നിങ്ങളുടെ ഈ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളുടെ കൂടെ വരും എന്ന് നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നത് ഈ സ്വകാര്യ അനുഭവങ്ങൾ മാത്രമല്ല. കാനായിലെ കല്യാണത്തിലെ അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം എന്തു ചെയ്യും? വായ്പ മേടിച്ച് ആ കാര്യം അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാണം കെട്ട് പിരിയും. വേറെ ഒന്നും സംഭവിക്കണേ നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ വിഷയം അറിയാം. കാനായിലെ കല്യാണത്തിൽ നിന്ന് ആ കല്യാണ വീട്ടിൽ നിന്ന് അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുടുംബം നാണം കെട്ട് പിരിയും. എന്താ കാര്യം? ഒന്നാമത്തിൽ ഇങ്ങനെ ഭൗതികമായ ഒരു മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ കർത്താവിൻ്റെ പ്രൈമറി റെഫറൻസിലില്ല. കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അതാണ് വിഷയം. ആ കൃപയുടെ മധ്യസ്ഥനാണ് ഈശോ. മനുഷ്യാവതാര രഹസ്യത്തിലൂടെ മുഴുവൻ കൃപകളുടെ ഏക മധ്യസ്ഥനായിട്ട് ആര് വരുന്നു? ഈശോ വരുന്നു. അല്ലെങ്കിൽ ലോകസംഘടനകളൊക്കെ ഉണ്ടാക്കുന്ന അജണ്ടകളിലൂടെ നമ്മുടെ കാല് പിടിച്ച് വെച്ച് അവർ നമ്മളെ അടിമകളെപ്പോലെ ബാബിലോണിലോട്ട് ചങ്ങലയിട്ട് കൂട്ടിക്കൊണ്ടു പോകണ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് വിശ്വസിക്കണമെന്നുള്ളത്, എന്ത് പ്രചരിപ്പിക്കണമെന്നുള്ളത് പറയുന്നതിന് ഒരു ബദൽ സംവിധാനങ്ങൾ, അന്തിക്രിസ്തുവിൻ്റെ സംവിധാനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ലോകത്തുണ്ടെന്ന് യോഹന്നാൻ ആദ്യമേ ഡിക്റ്റേറ്റ് ചെയ്തതാണ്. അത് ആർക്ക് വേണ്ടിയാണ് ലോകത്ത് ഡിക്റ്റേറ്റ് ചെയ്തത്? സഭയ്ക്ക് വേണ്ടിയാണ്. അത് ലോകത്തിലുണ്ടെന്ന്. ചില സമയത്ത് അത് പ്രബലപ്പെടും. കാര്യം നമ്മുടെ നാക്കിൽ കയറിയിരുന്നുകൊണ്ട് വേറെ ആൾക്കാർ സംസാരിക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സത്യം പാടുക. നിത്യത എന്നുള്ള ദൈവികമായ ലക്ഷ്യങ്ങൾ, ഈശോയെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങളാണ്. ഈശോ എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 1:12 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവാണ് കൃപയെന്ന് പറയണത്. അതുകൊണ്ടാണ് 16 വായിച്ചേ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കഴിവിന് മേൽ കഴിവ്. അതാണ് വിഷയം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവനെന്താണ്? അവൻ പാപത്തിന് പരിഹാരമായി, പാപത്തിന് സ്വന്തം ശരീരത്തിൽ ശിക്ഷ വാങ്ങിച്ച്, മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് കഴിയാതെ വന്നതുകൊണ്ട്, മനുഷ്യൻ അതിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലാത്തത് കൊണ്ടും ദൈവം തന്നെ യേശുക്രിസ്തുവിൽ മനുഷ്യാവതാരം സ്വീകരിക്കുമ്പോഴാണ് അവൻ ഏക മധ്യസ്ഥനായി മാറുന്നത്. അവൻ ആ മനുഷ്യാവതാരത്തിലൂടെയും അവൻ്റെ പാപത്തിന് പരിഹാരമായി അവൻ ഏറ്റെടുത്ത പീഡാസഹനങ്ങളിലൂടെയും അവൻ നേടിയെടുത്ത വരപ്രസാദത്തിൻ്റെ പൂർണ്ണത എന്നാണ് പറയണത്. അതാണ് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ
സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുമ്പോൾ കൃപാവരങ്ങളുടെ പൂർണ്ണത ആരാണ്? അവനാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാവരങ്ങളുടെ പൂർണ്ണതയാണ്. അവൻ കൃപയുടെ ഒരു സമുദ്രമാണ്, അതിൻ്റെ കൃപയുടെ ഒരു തടാകമാണ്. ഈ കൃപയുടെ തടാകങ്ങളിൽ നിന്നാണ് പിന്നെ വലിയ നദികൾ വരണത്. അതിന് ഏറ്റവും വലിയ നദി ആരാണ്? പരിശുദ്ധ അമ്മയാണ്. കൃപയുടെ തടാകം ആരാണ്? പാപത്തിന് പരിഹാരം ചെയ്തതും പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പ്രസാദം കൃപയുണ്ടാകണത്. പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോൾ 18:12 എടുത്ത് 12:18 മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അതാണ് വിഷയം. ദാസൻ, ദാസിയല്ല. ഇതാ ഞാൻ. ഈ വിഷയത്തിന് വേണ്ടി ദൈവപിതാവ് ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. അതാണ് ഏകരക്ഷകൻ എന്ന് പറയണത്. നമ്മൾ പല രക്ഷകന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച. എൻ്റെ ആത്മാവ് പ്രസാദിച്ച. ആ പ്രസാദമാണ് കൃപയെന്ന് പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. എൻ്റെ ആത്മാവിനെ അയക്കും. അടുത്ത വായിച്ച്. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. ഇതാരാണ് വിഷയം? തെരുവീതികൾ അവന്റെ സ്വരം ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അവനാണ് ദൈവം പാപത്തിന് പരിഹാരമായി നിശ്ചയിച്ച, പ്രതികരിക്കാത്ത. നമ്മളൊക്കെ ഒരു പനി വരുമ്പോഴും ഒരു ഉടമ്പടിയിൽ ഒരു ജപ്തി ഒരു വിസ പ്രോസസ് നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും ഉടനെ. ഞാൻ ഉടമ്പടി എടുത്താണല്ല, എൻ്റെ പച്ചത്തിരി 2 കത്തിച്ചല്ല, നീലത്തിരി 3 കത്തിച്ചല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലും. അവരെ ഈ ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലുന്ന ആൾക്കാർ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാര്യം എന്താണ്? ദൈവം ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് വിഷയം. നമുക്കൊരിക്കലും അതാണ് അവൻ അത് വായിച്ച് താഴേക്ക് വായിച്ച് നീതിയെ വിജയത്തിലെ അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ സ്വരം ആരും കേൾക്കുകയില്ല. ആരും കേൾക്കത്തില്ലെന്ന് വെച്ചാൽ ദൈവത്തിനെതിരെ മല്ലടിക്കത്തില്ലെന്ന്. അവർ ഒരു പനി വന്നാൽ ആ പനി 2 ദിവസം നിന്നാൽ ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, ഞാൻ ഉപവസിച്ചതാണല്ല, ഞാൻ പത്രമെല്ലാം വീട്ടിൽ കൊടുത്തതാണല്ല എന്നും പറഞ്ഞ് തെരുവീതി വഴി നിന്ന് ആരും സംസാരിക്കത്തില്ലെന്ന്. തെരുവീതികളിൽ അവൻ ആരാണ്? ആള്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നല്ല ദൈവത്തോട് ഞാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ಮೊದಲನೇದಾಗಿ ಅಮ್ಮ ಮಾದಾವು ಈ ಪರಿಶುದ್ಧನಾದ ಯೇಸುವಿನ ಅಮ್ಮ ಮಾದಾವಿನ ಪುಣ್ಯ ಸ್ಥಳಕ್ಕೆ ನನ್ನ ಕರೆದುಕೊಂಡು ಬಂದು ಅವರ ಸಾಕ್ಷಿಯನ್ನಾಗಿ ನನಗೆ ಮಾಡಿದ್ದಕ್ಕೆ ನಾನು ಅವರಲ್ಲಿ 1000 ಕೋಟಿ ನಮನಗಳನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. ನನ್ನ ಹೆಸರು ಸವಿತಾ, ಇವರು ನನ್ನ ಪತಿ ಆನಂದ್. ನಾನು ಕರ್ನಾಟಕದಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದಿದ್ದಕ್ಕೆ ನಾನು ಕನ್ನಡದಲ್ಲಿ ಸಾಕ್ಷಿಯನ್ನು ಹೇಳುವುದಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. ನಾನು ಕರ್ನಾಟಕದಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದು ಒಬ್ಬ ಮಲಯಾಳಿಯನ್ನು ಸ್ನೇಹದಿಂದ ಮದುವೆಯಾಗಿ ನಾವೀಗ ಕಣ್ಣೂರಿಂದ ಬಂದಿದ್ದೇವೆ. ನಾನು ಇಲ್ಲಿ ಅಮ್ಮ ಮಾದಾವೆಂಡ ಕೃಪಾಸನದ ಹೆಸರು ಕೇಳಿದ್ದು 2023 ಇಸ್ವಿಯಲ್ಲಿ ನನ್ನ ಹಸ್ಬೆಂಡಿನ ತಂಗಿಯ ಮೂಲಕ.
ಅವರು ಕ್ಯಾಂಡಲ್ ಲೈಟ್ ಪ್ರೇಯರನ್ನು ನನಗೆ ಹೇಳಿದರು. ಆವಾಗಿಂದ ನನ್ನ ಹೆಸರು ಕೇಳಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೆ. ಆದರೆ ಅಷ್ಟು ಸೀರಿಯಸ್ ಆಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರಲಿಲ್ಲ. ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೀಯಾ ಅಂತ ಕೇಳಿದ್ದಕ್ಕೆ ಆನ್ಸರ್ ಆಗಿ ಹಾಂ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಅನ್ನೋ ಒಂದು ಖುಷಿಗೋಸ್ಕರ ಮಾತ್ರ ಮಾಡ್ತಾ ಇದ್ದೆ, ಹೃದಯದಿಂದ ಮಾಡ್ತಾ ಇರಲಿಲ್ಲ. ಮತ್ತು ನನ್ನ ಅವಶ್ಯಕತೆಗಳನ್ನು ಪೂರೈಸಿಕೊಳ್ಳೋಕ್ಕೆ ಮಾತ್ರ ನಾನು ಪ್ರೇಯರ್ ಮಾಡ್ತಾಯಿದ್ದೆ. ಆವಾಗ ನನಗೆ ಗೊತ್ತಾಯಿತು, ನನ್ನ ಅವಶ್ಯಕತೆಗೆ ಮಾತ್ರ ಅಮ್ಮ ಕೈ ಬಿಡುವುದಿಲ್ಲ. ಮನಸ್ಸಿಂದ ಅಮ್ಮನ ಮನಸ್ಸಿಂದ ಸ್ನೇಹಿಸು. ಅಮ್ಮ ಈಶ್ವರನ ಹತ್ರ ಎಲ್ಲ ಕೇಳಿ ನನಗೆ ಬೇಕಾದದ್ದನ್ನು ಕೊಡ್ತಾರೆ ಅಂತ. ನಾನೊಬ್ಬ ನರ್ಸ್, ನನಗೇನು ಎಲ್ಲರ ಹಾಗೆ ಹೊರ ದೇಶಕ್ಕೆ ಹೋಗಬೇಕು, ಕೆಲಸ ಮಾಡಬೇಕು, ಒಂದು ಸಮಾಧಾನದ ಜೀವನ ನಡೆಸಬೇಕು ಅಂತ ತುಂಬ ಆಸೆಯಿಂದ ಸುಮಾರು 6 ವರ್ಷಗಳ ಕಾಲ ನಾನು OET ಬರೆದೆ. 2 ಸರ್ತಿ ಬರೆದೆ. ಯಾಕಂದರೆ OET ಬರಲಿಕ್ಕೆ ತುಂಬ ಹಣ ಬೇಕಿತ್ತು. ಹಣ ಅಷ್ಟೊಂದು ಇರಲಿಲ್ಲ. ನಾನು ಕೆಲಸ ಮಾಡ್ತಾ ಬಂದ ಹಣ ಎಲ್ಲ OET ಪ್ರಿಪ್ರೇಷನಿಗೆ, ಸ್ಟೇಗೆ ಎಲ್ಲ ಕೊಡ್ತಾ ಇದ್ದೆ. ಮತ್ತು ನನಗೆ ಲೋನು ಇತ್ತು, ಅದೆಲ್ಲ ತೀರಿಸ್ಲಿಕ್ಕೆ ಆಗದೆ ಇರೋದ್ರಿಂದ ನಾನು ನನ್ನ ಕಡೆಯಿಂದ ಆಗೋದಿಲ್ಲಪ್ಪ ಅಂತ ಹೇಳಿ ಕೈ ಬಿಟ್ಟು 2 ವರ್ಷ ಮನೆಯಲ್ಲಿ ಡಿಪ್ರೆಸ್ ಆಗಿ ಕೂತ್ಕೊಂಡೆ. ಆ ಸಮಯ 2022ನೇ ಇಸ್ವಿಯಲ್ಲಿ ಪ್ರೆಗ್ನೆನ್ಸಿ ಮತ್ತು ಡಿಲೆವರಿ ಆಯಿತು. 2023ರಲ್ಲಿ ನಾನು ಮೊದಲೇ ಹೇಳಿದಾಗೆ ನನ್ನ ಹಸ್ಬೆಂಡಿನ ತಂಗಿ ನನಗೆ ಕೃಪಾಸನ ಕ್ಯಾಂಡಲ್ ಲೈಟ್ ಪ್ರೇಯರನ್ನು ಹೇಳಿದರು. ನಾನು ಸ್ವಲ್ಪ ಪ್ರೇಯರ್ ಮಾಡೋದು, ಸ್ವಲ್ಪ ಬಿಡೋದು, ಹೀಗೆ ಮಾಡ್ತಾಯಿದ್ದೆ. ಅದಾದಮೇಲೆ ನಾನು 23ಯಲ್ಲಿ ಮತ್ತೆ ಡಿಪ್ರೆಷನ್ಗೆ ಹೋಗಿದ್ದೆ. ಯಾಕಂದರೆ ನನ್ನ ಕಡೆಯಿಂದ ಏನು ಮಾಡೋಕ್ಕಾಗೋದಿಲ್ಲ. ಐ ಕಾಂಟ್ ಡೂ ಎನಿಥಿಂಗ್, ಐ ಆಮ್ ಅ ಹೋಪ್ಲೆಸ್, ಐ ಆಮ್ ಅ ಹೆಲ್ಪ್ಲೆಸ್ ಹಾಗೆ ಅಂತ ಇದ್ದೆ. ಮತ್ತು ನನ್ನ ಹಸ್ಬೆಂಡ್ ತಂಗಿ ಅವರು ಕೃಪಾಸನ ಮಾಧವನ ಹತ್ರ ಬಂದು ಒಡಂಬಡಿಯನ್ನು ಹಿಡಿದು ಅಲ್ಲಿ ಅವರ ಜೀವನದಲ್ಲಿ ತುಂಬ ಬದಲಾವಣೆ ಆಗಿದೆ, ನಾನು ಕಣ್ಣಾರೆ ಕಂಡಿದ್ದೆ. ಸೊ ದಟ್ ಇಂಪ್ರೆಸ್ಡ್ ಮೀ ಆ್ಯಂಡ್ ಮೇಕ್ ಮೀ ಅನದರ್ ಚಾನ್ಸ್ ಟು ಗೋ ಟು ಮೈ ಲಾರ್ಡ್ ಜೀಸಸ್ ಆ್ಯಂಡ್ ಮಮ್ಮ ಮೇರಿ. ದೆನ್ I always seeking that I should come here to Kripasanam to take a covenant and be a daughter of my Lord and my mother. But unfortunately I couldn't come unless last December 25. So ನಾನು ನನ್ನ ಅತ್ತಿಗೆ ನಾನು ಮತ್ತು ಡಿಸೆಂಬರ್ 19ನೇ ತಾರೀಕು 2025 ಅಂದರೆ 2 ಮಂತ್ ಬ್ಯಾಕ್ ಇಲ್ಲಿ ಬಂದಿದ್ವಿ. ಬಂದು ಕೋವಿನೆಂಟ್ ಒಡಂಬಡಿಕೆಯನ್ನು ಹಿಡಿದು ನಾನು ದಿನಾಲು ಪ್ರಾರ್ಥನೆ ಈಗೆಲ್ಲ ಮಾಡಿ ಎಲ್ಲ ಹೇಳ್ಕೊಟ್ರಲ್ಲ ಅದೇ ರೀತಿ ಫಾಲೋ ಮಾಡ್ತಿದ್ದೆ. ಬೆಳಗ್ಗೆ 5:30 ಗಂಟೆಗೆ ಎದ್ದು ಪ್ರೇಯರ್ ಮಾಡೋದು, ಸಾಯಂಕಾಲ ರೋಸರಿ ಎಲ್ಲ ಪ್ರೇಯರ್ ಮಾಡೋದೆಲ್ಲ ಸ್ಟಾರ್ಟ್ ಮಾಡಿದೆ. ಅದಕ್ಕಿಂತ ಮುಂಚೆ ನಾನು ಅಬ್ರಾಡಿಗೆ ಹೋಗೋ ತಯಾರಿಯಲ್ಲಿನೂ ಮಾಡ್ತಾಯಿದ್ದೆ. ಅಟ್ಲೀಸ್ಟ್ OET ಪಾಸ್ ಆಗೋ ಅರ್ಹತೆ ನನಗಿಲ್ಲ, ಆದರೆ ದೇವರಿಗೆ ಸಾಧ್ಯವಾಗೋದು ಯಾವುದೂ ಇಲ್ಲಲ್ಲ ಅಂತೇಳಿ ಎಲ್ಲ ದೇವ್ರ ಕೈಯಲ್ಲಿ ನನ್ನ ಜೀವನ, ನನ್ನ ಕನಸು, ನನ್ನ ಕುಟುಂಬ ಎಲ್ಲ ದೇವ್ರ ಕೈಯಲ್ಲಿ ಒಪ್ಪಿಸಿದೆ. ಅಮ್ಮ, ನಿಮಗೆ ಸಾಧ್ಯ ಆಗೋದು ಯಾವುದೂ ಇಲ್ಲಲ್ಲ, ನಿಮಗೆ ಇಷ್ಟ ಇದ್ದದ್ದನ್ನು ನೀವು ಮಾಡಿ ಅಂತೇಳಿ ನಾನು ಅದ್ರ ಮಧ್ಯೆ ಎಲ್ಲ ಇಂಟರ್ವ್ಯೂಗೆ ನಾನು ಪ್ರಿಪ್ರೇಷನ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಅಂತ ಮನೆಯಲ್ಲಿ ಹೇಳಿದರು. ಓಕೆ ಮಾಡು, ನೋಡೋಣ ದೇವ್ರೆ ಯಾವ ರೀತಿ ದಾರಿ ತೋರಿಸ್ತಾರೆ, ನಾವು ಅದು ಮಾಡುವ ಅಂತೇಳಿ ಮತ್ತೆ ಇಂಟರ್ವ್ಯೂ ಎಲ್ಲ ಕೊಡ್ತಾ ಇದ್ದೆ. ಇಂಟರ್ವ್ಯೂ ಎಲ್ಲ ಬೇಗ ರಿಜೆಕ್ಷನ್ ಆಗ್ತಾ ಇತ್ತು. ಅವರು ಜಾಸ್ತಿ ಒಂದು ಸ್ಕ್ರೀನಿಂಗ್ ಆದ ತಕ್ಷಣ ರಿಜೆಕ್ಟ್ ಅಂತ ಹೇಳ್ತಾಯಿದ್ರು, ಇಲ್ಲಾಂದರೆ ಸಮ್ಟೈಮ್ ರಿಪ್ಲೈಸೂ ಬರ್ತಾ ಇರಲಿಲ್ಲ. ಆಮೇಲೆ ಆಗಸ್ಟಲ್ಲಿ ಮತ್ತು ಒಂದು ಏಜೆಂಟಿಗೆ ಥ್ರೂ ನಾನು ಒಂದು ಇಂಟರ್ವ್ಯೂ ಕೊಟ್ಟೆ. ಅವರು ನಂದು ಎಜುಕೇಷನ್ ಗ್ಯಾಪ್ ಇತ್ತು, ಗ್ಯಾಪನ್ನು ಐಡೆಂಟಿಫೈ ಮಾಡಿ ಬರೋದಿಲ್ಲ ಅಂತೇಳಿ ರಿಜೆಕ್ಟ್ ಮಾಡಿದರು. ನಾನು ವರ್ಕ್ ಮಾಡ್ತಾಯಿದ್ದೆ ಒಂದು ಕಾಲೇಜಲ್ಲಿ, ನರ್ಸಿಂಗ್ ಕಾಲೇಜಲ್ಲಿ ಆ್ಯಸ್ ಅ ಟ್ಯೂಟರ್ ಆಗಿ. ನಾನು ಅವತ್ತು ಕ್ಲಿನಿಕಲ್
ಪೋಸ್ಟಿಂಗಲ್ಲಿದ್ದೆ. ಸೊ ಇಲ್ಲಿಂದ ಕ್ಲಿನಿಕಲ್ ಪೋಸ್ಟಿಂಗ್ ಹೋಗೋ ಒಂದು 30 ಕಿಲೋಮೀಟ್ರ್ ಆದರೂ ಗಾಡಿ ಓಡಿಸ್ಕೊಂಡು ಹೋಗ್ಬೋದಿತ್ತು. ನಾನು ಹೋಗ್ತಾ ಇದ್ದೆ. ಹೋಗಬೇಕಾದ್ರೆ ನಾನು ಅವತ್ತು ರಿಜೆಕ್ಷನ್ ಅಂತ ಹೇಳಿ ನನಗೆ ಅಂತ ಹೇಳಿದ್ರಲ್ಲ ಏಜೆನ್ಸಿಗೆ, ಅವತ್ತು ನಾನು ಹೇಳಿದೆ, ಅಮ್ಮ ಇದು ನನ್ನ ಕನಸಲ್ಲ, ನಿನ್ನ ಮಗುವಿನ ಕನಸು. ನಿನಗೆ ಒಂದು ಸ್ವಲ್ಪ ಆದರೂ ಇಚ್ಛೆ ಇದ್ದರೆ ನನ್ನ ಮಗಳು ಅವಳ ಕನಸನ್ನು ನನಸಾಗಿಸುವ ಅಂಥೇಳಿ ನಿಮಗೆ ಅನ್ನಿಸಿದ್ರೆ, ಆದರೆ ನಿಮಗೆ ಸಾಧ್ಯವಾದರೆ ಮಾತ್ರ ನನಗೆ ಅದ ಕನಸನ್ನು ಈಡೇರಿಸಿ ಸಹಾಯ ಮಾಡಿ. ಇಲ್ಲಾಂದರೆ ಇನ್ನು ನಾನು ಯಾವುದೇ ಇಂಟರ್ವ್ಯೂ ಅಟೆಂಡ್ ಮಾಡೋದಿಲ್ಲ, ನಾ ಈ ಕನಸನ್ನು ನಿಮಗೆ ಅರ್ಪಿಸಿ ಬಿಡ್ತೀನಿ ಅಂತ ಹೇಳಿ ಅವತ್ತು ಅಲ್ಲಿಂದ ಸುಮಾರು ಅರ್ಧ ಗಂಟೆ ರೋಡಲ್ಲಿ ಹೋಗಬೇಕಾದ್ರೆ ನಾನು ರೋಸ್ರಿ ಹೇಳ್ತಾ ಹೋದೆ. ಫುಲ್ಲು ರೋಸ್ರಿ ಹೇಳಿ ನಾನು ಹೀಗೆ ಮಾತಾಡ್ತಾ ಹೋಗ್ತಾ ಇದ್ದೆ. ಅಮ್ಮನಿಗೆ ಇಷ್ಟ ಇದ್ದರೆ ಮಾತ್ರ ನನಗೆ ಕೊಡಿ, ಇಲ್ಲಾಂದರೆ ಬೇಡ, ಅಮ್ಮ ಹೇಗೆ ಹೇಳ್ತಾರೋ ನಾನು ಹಾಗೇನೆ ಮಾಡ್ತೀನಿ ಅಂತ. ಆವಾಗ ನಾನು ಕೋವಿಡ್ ತೆಗೆದಿರಲಿಲ್ಲ. ಇದೆಲ್ಲ ಆಗಸ್ಟಲ್ಲಿ, ನಾನು ಒಡಂಬಡಿ ಹಿಡಿದಿದ್ದು ಡಿಸೆಂಬರಲ್ಲಿ. ಸೊ ಆಗಸ್ಟಲ್ಲಿ ಆಯಿತು. ಆಮೇಲೆ ಸೆಪ್ಟೆಂಬರಲ್ಲಿ ನಾನು ಯಾವತ್ತೂ ಹೀಗೆ ಹೇಳಿದಲ್ಲ, ಅಮ್ಮನ ಹತ್ರ ಮಾತಾಡಿ ರೋಸ್ರಿ ಹೇಳಿ ವಾಪಸ್ ಬರ್ತಾ ಇದ್ದೆ ಕಾಲೇಜ್ ಕ್ಲಿನಿಕಲ್ ಡ್ಯೂಟಿ ಮುಗಿಸಿ. ಅವಾಗ ಏಜೆಂಟ್ ಫೋನ್ ಮಾಡಿ ಹೇಳಿದರು, ಸವಿತಾ ಯು ಆರ್ ರಿಜೆಕ್ಟೆಡ್, ಇಂಟರ್ವ್ಯೂ ಗಾಟ್ ಸೆಲೆಕ್ಟೆಡ್, ಯು ಆರ್ ಸೆಲೆಕ್ಟೆಡ್ ಅಗೇನ್ ಅಂತ. that day was I am happy and I cried a lot in happiness that she listens me. ಯಾರಿಗೆ ಅಮ್ಮನ ಸ್ನೇಹ ಮಾಡ್ತಾರೆ, ಯಾರು ಪ್ರೀತಿಯಿಂದ ನೋಡ್ತಾರೆ, ಅಮ್ಮ ಕೈ ಬಿಡೋದಿಲ್ಲ ಅಂತ ಅವತ್ತು ನಂಗೆ ಪ್ರೂವ್ ಆಯಿತು. ಅವತ್ತಿಂದ ನಾನು ಇಲ್ಲಿ ಬರೋದಕ್ಕೆ ತುಂಬ ಒದ್ದಾಡ್ತಾ ಇದ್ದೆ. ಅಟ್ ಲಾಸ್ಟ್ ಡಿಸೆಂಬರಲ್ಲಿ ಬಂದು ನಾನು ಕೋವಿಡ್ ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗಿನಿ. ಅದಾದಮೇಲೆ VFS ಅಲ್ಲಿ ತೊಂದರೆ ಆಯಿತು. ನಾನು ಹೊಳ್ಳಿ ಕಳಿಸ್ತಾಯಿದ್ರು. ಇಲ್ಲೇ ಎಲ್ಲರಿಗೂ ಗೊತ್ತಿರಬೇಕು, VFS ಅಲ್ಲಿ ಒಂದು ಏನಾದರೂ ಮಿಸ್ಟೇಕ್ ಇದ್ದರೆ ರಿಜೆಕ್ಟ್ ಮಾಡ್ತಾರಂತ. ಅವತ್ತು ನಾನು ಮತ್ತು ನನ್ನ ಜೊತೆ ಹೋಗೋ ಅಕ್ಕನೂ ಬಂದಿದ್ದರು. ಅವಾಗ ನನ್ನ 2 ಸರ್ತಿ ಹೊರಗಡೆ, 1 ಸರ್ತಿ ನಿಂದ ಡಾಕ್ಯುಮೆಂಟ್ಸ್ ಕ್ಲಿಯರ್ ಇಲ್ಲ ಅಂತ ಹೇಳಿ ಕಳಿಸಿದ್ರು. 2ನೇ ಸರ್ತಿ ಫೋಟೋ ಸರಿ ಇಲ್ಲ ಅಂತ ಹೇಳಿ ಕಳಿಸಿದ್ರು. ನಾನು ಆವಾಗೆಲ್ಲ ಇಲ್ಲಿ ಒಡಂಬಡಿಕೆಯಿಂದ ಪುಣ್ಯ ತೈಲ ಮತ್ತು ಸಾಲ್ಟ್ ಪುಣ್ಯ ಉಪ್ಪನ್ನು ಯೂಸ್ ಮಾಡಿ ನಾನು ಪ್ರಾರ್ಥನೆ ಎಲ್ಲ ಮಾಡ್ತಾಯಿದ್ದೆ. ದೇವರೇ, ಇಲ್ಲಿವರೆಗೂ ನೀವು ತಂದಿದ್ದೀರಲ್ಲ, ಇನ್ನು ಯಾಕೆ ಈ ಕಷ್ಟ ಎಲ್ಲ, ಯಾಕೆ ಪ್ರಾಬ್ಲಮ್ಸ್ ಎಲ್ಲ ಅಂತ ಹೇಳ್ತಾ ಇದ್ದೆ. ಸೊ ಅದಾದಮೇಲೆ ನಾನು ವೀಸಾ ಬರ್ತದ ಇಲ್ಲ ಅಂತ ಯೋಚನೆ ಮಾಡ್ತಾನೆ ಇದ್ದೆ. ಎಟ್ ಲಾಸ್ಟ್ ಎಲ್ಲರದ್ದು ವೀಸದು ಟ್ರ್ಯಾಕ್ ಮಾಡ್ಬೋದು ನಾವು, ಹಾಗೆ ಮಾಡ್ತಾಯಿದ್ರು. ಅವ್ರದ್ದೆಲ್ಲರೂ ಅವ್ರಿಗೆ ಮೆಸೇಜ್ ಬರೋದು, ಟ್ರ್ಯಾಕಿಂಗ್ ಎಲ್ಲ ಆಗ್ತಾಯಿತ್ತು. ಆದರೆ ನನಗೆ ಯಾವುದೂ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಇದು ನನ್ನ ಹಸ್ಬೆಂಡು, ಅವರು ನವಂಬರ್ 1 ಬಂದು ಕೋವಿಡ್ ತೆಗೆದಿದ್ರು ಇಲ್ಲಿಂದ. ಕೋವಿಡ್ ತೆಗೆದು ಅದು 3 ತಿಂಗಳು ಆದಮೇಲೆ, ಅಂದರೆ 90 ಡೇಸ್ ಕಂಪ್ಲೀಟ್ ಆದಮೇಲೆ ಇಲ್ಲಿ ಬಂದು ಮತ್ತು ಹೊಸದಾಗಿ ಒಡಂಬಡಿಯನ್ನು ಮಾಡಲಿಕ್ಕೆ ಬಂದಿದ್ದರು. ಅದು ಅವರು ಬಂದು ಹೊಸ ಒಡಂಬಡಿಯನ್ನು ಮಾಡಿದ್ದು 1 ವಾರದಲ್ಲಿ ನನಗೆ ವೀಸಾ ಅಪ್ರೂವಲ್ ಆಗಿ ಬಂತು. കലിശ്ശേരി രൂപതയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ പേര് ആനന്ദ്. എൻ്റെ ജീവിതത്തിൽ കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളെ ഉടമ്പടി എടുത്ത അതിലൂടെ ഒരു പ്രാർത്ഥന എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. അത് ഡെയിലി ഞാൻ വായിക്കാൻ തുടങ്ങി. ഡെയിലി വായിക്കാൻ തുടങ്ങി. അതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. എന്തോ തരത്തിൽ ചെറിയ അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വല്ലാതൊരു തോന്നൽ തുടങ്ങാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം പിന്നെ അതിന് ഒരു ദിവസം ഞാൻ ഇവിടെ വന്നായിരുന്നു. വന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ തിരിച്ചു പോയി എൻ്റെ കസിൻ്റെ കൂട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ നവംബർ 1-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ വന്നു. ഉടമ്പടി എടുത്തു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക
വിഷമത്തോടെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആവേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. കുറേ കടങ്ങളും കടബാധ്യതയിലൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് കുറേ ആഗ്രഹമായിരുന്നു. അതൊക്കെ പ്രാർത്ഥിച്ച്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഇവക്കൊരു ആഗ്രഹമായിരുന്നു അബ്രോഡിലേക്ക് പോകാനുള്ള കാര്യം. അത് 6 നിയോഗത്തിലെ ഒരു നിയോഗത്തെ ഞാൻ എഴുതി വെച്ചു. എൻ്റെ ഭാര്യ സവിത മരിയ, അവൾക്ക് ആഗ്രഹമുണ്ട്, മാതാവേ നടത്തി തരണമേ, അവർ ആഗ്രഹിക്കുന്നത് പോലെ നടത്തി തരണമേ. അതിന് വേണ്ടിയിട്ട് അവൾ നഴ്സിംഗിലേക്ക് വന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. അവളുടെ ലക്ഷ്യം നഴ്സിംഗ് അബ്രോഡിൽ പോകാൻ വേണ്ടി തന്നെ. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി ഇവിടെ പറഞ്ഞ എല്ലാ ഫോർമാലിറ്റീസ് ഞാൻ ചെയ്യാൻ തുടങ്ങി. പത്രം പള്ളിയിൽ പോയി പത്രം കൊടുക്കലും, പിന്നെ പാവങ്ങൾക്ക് എൻ്റെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ രാവിലെയും വൈകുന്നേരം മുടക്കാതെ പ്രാർത്ഥന ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. ഞാൻ ആഴ്ച 2-3 പ്രാവശ്യം മദ്യപിക്കുമായിരുന്നു. ജോലി ടെൻഷൻ, സ്ട്രെസ്സും പിന്നെ സന്തോഷത്തിനും ദുഃഖത്തിനും വെള്ളമടി അത് തന്നെയായിരുന്നു. പിന്നെ അത് മാറി. ഇപ്പം വെള്ളം തൊടുന്നില്ല, മദ്യം തൊടുന്നില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടായി. ആരെങ്കിലും തൊട്ടടുത്ത് വെള്ളം അടിച്ചാൽ എനിക്കങ്ങനെ തോന്നൽ പോലും തോന്നാറില്ല. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത്ഭുതം ഉണ്ടായത് ഇവക്ക് ഇപ്പം നാളെ ഇവൾ അബ്രോഡിൽ പോവുകയാണ്. ജോലി ശരിയായി, അബ്രോഡിൽ പോകാനുള്ള ജോലി ശരിയായി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ കണ്ണ് തുറന്നു എന്നെ സന്തോഷിപ്പിച്ചു മാതാവിൻ്റെ ശക്തി, മാതാവിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആക്കി. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും ഉണ്ടായതും. കൃപാസനം ഇത് ഈയിടയ്ക്ക് കഴിഞ്ഞ ജാനുവരിയിൽ പുതുക്കാൻ വന്നു. പുതുക്കിയതിന് ശേഷം പെട്ടെന്ന് അവർക്ക് ഒരു ഇമെയിൽ വന്നു, യു ആർ സെലക്റ്റഡ്, യു ഗോട്ട് എ ജോബ് ഇൻ അബ്രോഡ് എന്ന് പറഞ്ഞ്. വിസ അപ്രൂവലായി, വിസ കിട്ടി. സോ നാളെ 10 മണിക്ക് അയർലാൻഡിൽ പോവുകയാണ് എൻ്റെ ഭാര്യ. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങളും മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും നിങ്ങൾക്ക് സമർപ്പിക്കാനും. അതിന് 100,000 കോടി നന്ദി മാതാവിനും കൃപാസന മാതാവിനും ഇത്രയും എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നതിനും എൻ്റെ ഭാര്യ അബ്രോഡിൽ പോകാനൊരു അവസരം തന്നതിനും 100,000 കോടി നന്ദി, സ്തുതി, സ്തോത്രം. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിസ്മി. ഞാൻ വരുന്നത് നോർത്ത് പറവൂരിൽ നിന്നാണ്. ഇതെൻ്റെ ഭർത്താവ് ആൻ്റണി. ഇതെൻ്റെ 2 മക്കൾ അബ്രഹാം, അലോഷ്യസ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 29/11/2021 അന്നേരത്ത് ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല. 10 വർഷത്തോളമായിട്ട് ഞങ്ങളൊരു ഭവനത്തിനായിട്ട് ആഗ്രഹിച്ചിരുന്നു. മാതാവിനോട് ഈശോനോടൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആഗ്രഹം മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഭാഗ്യമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തേണ്ട ഒരു ധൈര്യത്തിൽ ഞാനും ഹസ്ബൻഡും വീടും പറമ്പും അന്വേഷിക്കാനായിട്ട് തുടങ്ങി. വീടും പറമ്പും മാതാവിനോട് ദിവസവും പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു ഭവനം കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അതിന് വാങ്ങിക്കാനായിട്ട് ലോണിന് അപ്ലൈ ചെയ്ത്, അപ്പോൾ അനിയൻ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളത് വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ മുഴുവൻ തടസ്സങ്ങളായിരുന്നു. ലോണിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്കതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ലോണിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോകുമ്പോൾ മാതാവിൻ്റെ കാശ് രൂപം കയ്യിലെടുത്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും ഒക്കെ ചെയ്തിരുന്നു. തടസ്സങ്ങൾ പറയാൻ നേരത്തെല്ലാം മാതാവിൻ്റെ കാശ് രൂപം ഞാൻ മുറുക്കി പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ലോൺ, ഹസ്ബൻഡിൻ്റെ പേരിലെടുത്ത ലോൺ, അത് സാങ്ഷനായി കിട്ടി. പിന്നെ അനിയൻ്റെ പേരിലുള്ള ലോൺ സാങ്ഷൻ ആവാനായിട്ട് ടൈം എടുത്തു. ഇതിൻ്റെ ഇടയിൽ കരാറ് നടന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടും ഞങ്ങളുടെ ലോൺ സാങ്ഷനായിട്ട് അനിയൻ്റെ ലോൺ സാങ്ഷൻ ആവുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന് കണ്ണീരിട്ട് ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഉടമ്പടി കാശ് രൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു.
അത്ഭുതം എന്നേ എനിക്ക് പറയാനുള്ളൂ. അനിയൻ്റെ ലോൺ സാങ്ഷനായി. പക്ഷേ അന്ന് ഞങ്ങളുടെ തീരെ നടക്കേണ്ട ദിവസമായിരുന്നു. അന്ന് ഞങ്ങളോട് തലേ ദിവസം വിളിച്ച് ഉടമസ്ഥൻ പറഞ്ഞ് തീരെ നടക്കേണ്ട ദിവസം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകുമെന്ന് പറഞ്ഞ്. അനിയൻ്റെ ലോൺ സാങ്ഷനായ അന്ന് ഞങ്ങളുടെ ലോണിൻ്റെ ഡേറ്റ് തീർന്നു. അവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട്, എൻ്റെ മാതാവെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ ലോണിൻ്റെ ഡേറ്റ് തീർന്ന്, ഞങ്ങൾ ഇതിനു മുന്നേ ഇവരോട് പറഞ്ഞിട്ട് ഒന്നും റെഡി ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തോ മാതാവിൻ്റെ ഒരു അത്ഭുതം തന്നെ അവിടെ നടന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു സ്റ്റാഫ് വന്ന് എന്നോട് പറയാണ്, ചീഫ് മാനേജർ വിളിച്ചു, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ലോൺ ഇനി ഒരു പേപ്പറും ആവശ്യമില്ല, ഞങ്ങൾ സാങ്ഷനാക്കി തരാം എന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾക്ക് അനിയൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേരിലുള്ള ലോൺ ഞങ്ങൾക്ക് സാങ്ഷനാക്കി തന്നു. തിരിച്ച് ഞാൻ വരുന്ന വഴിയിൽ ഞങ്ങളുടെ ബ്രാഞ്ചിൽ, പറവൂര് ബ്രാഞ്ചിൽ കയറി അവിടെ മാനേജറിനോട് ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചത്, ഇതേത് മാനേജർ, എനിക്കറിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇതെനിക്ക് മാതാവായിട്ട് തന്നെ റെഡിയാക്കി തന്നതാണ് എന്ന്. അതിന് ഞാൻ 1000 നന്ദി മാതാവിനോട് പറയുന്നു. എനിക്ക് അടുത്തൊരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. CRZൽ ഞങ്ങൾക്കൊരു ഭൂമി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വിൽക്കാനും ഞങ്ങൾക്ക് അവിടെ വീട് വയ്ക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ ഉപ്പ്, നേർച്ച വസ്തുവായ ഉപ്പ് പറമ്പിൻ്റെ 4 അതിരിലും കൊണ്ടുപോയി ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പറമ്പിൻ്റെ നടുക്ക് ഞാൻ ഇവിടുന്ന് കിട്ടിയ ഒരു കാശ് രൂപവും കൊണ്ടുപോയി വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു ദിവസം ഈ ലോണൊക്കെ എടുക്കണതിൻ്റെ സമയത്ത് ഞാൻ പെട്ടെന്ന് രാത്രി ഞെട്ടി എണീറ്റ് ഞാൻ മാതാവിനോട് പറയാണ്, എൻ്റെ മാതാവേ, ഞങ്ങൾ ലക്ഷങ്ങൾ ലോൺ എടുക്കാൻ പോവുകയാണ്, ഹസ്ബൻഡിൻ്റെ ഒരാളുടെ വരുമാനമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും ഈ ലോൺ ഒന്ന് വീട്ടി തീർക്കാനായിട്ട് എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ ഒരു ബ്രോക്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളുടെ പറമ്പ് വിൽക്കുന്നുണ്ടോ, ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കൊണ്ടുവന്ന് കാണിച്ചോ. അപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, അയാൾ വാങ്ങിക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല. എന്ന് വെച്ചാൽ പലരും അവിടെ വന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊണ്ടുവന്ന് കാണിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ പറയുമ്പോഴും ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, മാതാവേ, അതൊന്ന് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഉള്ളൂ, എനിക്ക് ഇത് ലോണിലൊന്നും അടക്കാനായിട്ടൊരു വഴി കാണിച്ചു തന്നേച്ചെങ്കിൽ നിന്ന്. അങ്ങനെ ആ കൊണ്ടുവന്ന മനുഷ്യൻ തന്നെ ഞങ്ങൾ പറഞ്ഞ റേറ്റിന് ആ പറമ്പ് എടുക്കാമെന്ന് പറഞ്ഞ് അയാൾ സമ്മതിച്ച് ഞങ്ങൾക്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ആ പറമ്പ് വിറ്റുപോയത്. 14 വർഷത്തിൽ കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നേച്ച പറമ്പാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വിറ്റുപോയത്. ഈ 2 കാര്യത്തിനും ഇതിൽ കൂടുതൽ മാതാവ് കുഞ്ഞു കാര്യമായാലും വലിയ കാര്യമായാലും എനിക്കും എൻ്റെ കുടുംബത്തിനും 1000 അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനുമായിട്ട് മാതാവിനോടും ഈശോയോടും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ അടുത്ത് ഉള്ളതുപോലെ ആഴ്ചയിൽ 1 ഊണോ അല്ലെങ്കിൽ 2 ഊണോ ഒക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് പ്രേക്ഷിത വേലയായിട്ട് ഇവിടുത്തെ പത്രം ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ ഈ നിയോഗങ്ങൾ ഞാൻ മാതാവിന് സമർപ്പിച്ച സമയത്ത് ഞാൻ ദിവസവും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം ഞാൻ മാതാവിനോട്, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും,
നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും എന്ന വചനം എല്ലായ്പ്പോഴും എൻ്റെ നാവിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഇന്ന് ഈ മക്കളെയും ഞാൻ ആ വചനം എന്ത് പ്രതിസന്ധിയിലും അവരോട് ചൊല്ലാൻ പറഞ്ഞ് അവരെ പഠിപ്പിച്ചേക്കാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.